ട്രേഡേഴ്സ് വെൽക്കം. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത ലെവൽ നമുക്ക് കാണാം 38,170 എന്നുള്ള ലെവലിലാണ്. അതായത് ഇന്നലത്തെ ഫാളിൻ്റെ ഓൾമോസ്റ്റ് 80% റിക്കവർ ആയി കഴിഞ്ഞു. ഗ്ലോബൽ ന്യൂസാണ്, എന്തും സംഭവിക്കാം. ഓരോ ദിവസവും നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ മാർക്കറ്റ് ഫാളാവുന്നു. അതുപോലെ ആ ന്യൂസ് അത്ര നെഗറ്റീവ് അല്ല, അത് ത്രെട്ട് അത്ര ഇല്ല എന്നുള്ള കാര്യം വരുമ്പോൾ മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി റിവേഴ്സ് ആവുന്നു. ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്കൊരു നല്ല റെസിസ്റ്റൻസ് കാണാം. 38,500 എന്നുള്ള ലെവലിൽ 15 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് നോക്കാം. നമുക്കറിയുന്ന മോർണിംഗ് അവേഴ്സിൽ നമ്മൾ ചാനലിൽ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ നിഫ്റ്റിയിൽ സൈഡ് വേസ് ആണ്, അതായത് മാർക്കറ്റ് ടോട്ടലി സൈഡ് വേസ് ആയിട്ടാണ് നമുക്ക് കാണുന്നുണ്ടായിരുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി വീക്കായിരുന്നു. അതിൻ്റെ കാരണം നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പ് അപ്പായി ഓപ്പൺ ആയ സമയത്തും ബാങ്ക് നിഫ്റ്റി അധികം വലിയൊരു ഹൈ ഗ്യാപ്പ് അപ്പ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് എല്ലാ സമയത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ചാർട്ട്, ആ ചാർട്ട് നോക്കിയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലും ഇപ്പം നിഫ്റ്റി മൂവ് ചെയ്യുമ്പം ബാങ്ക് നിഫ്റ്റി അതിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുമ്പം നിഫ്റ്റി സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു മൂവ് നമുക്ക് ഫാസ്റ്റായിട്ട് കിട്ടും. അതേസമയത്ത് അത് രണ്ടും സിംഗിളല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ മൂവ് കിട്ടിയെന്ന് വരില്ല. എനിവേ ഞാൻ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ ഷോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ 36,850 എന്നുള്ള ലെവലിൽ ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ആസ് ആൻ ഇൻട്രാഡേ ട്രേഡർ നമ്മൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഏത് സമയത്തും നമ്മളുടെ വ്യൂ ചേഞ്ച് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഈ ഒരു ലെവലിൽ ഷോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിഫ്റ്റി കണ്ടാൽ മനസ്സിലാവും. ആ സമയത്ത് നിഫ്റ്റിയുടെ സൈഡിൽ നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ല. കാരണം നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിൻ്റെ അടുത്ത് പോലും നിഫ്റ്റി എത്തിയിട്ടില്ല. ദാറ്റ് മീൻസ് ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് ആ സമയത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തു. കാരണം നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കുക, ആ പ്ലാനിനനുസരിച്ച് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നേരത്തെയും, മാർക്കറ്റ് റിവേഴ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് മൂവ് ചെയ്യുമ്പോഴും അത് വളരെ ക്ലിയർ ആയിട്ടുള്ള സിഗ്നൽസ് തരും. 5 മിനിറ്റിൽ നോക്കിയാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ടാവും വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് റിവേഴ്സായി. വളരെ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് സിഗ്നൽസ് 5 മിനിറ്റ് ചാർട്ടിലുണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞ ഒരു ലെവൽ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ ഇവർ ഇമ്മീഡിയറ്റ്ലി മൂവ് ആയിരുന്നു ഇവിടുന്ന്. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത്, ദാറ്റ്സ് എ കോമൺ സംഭവം. നോർമലി ഒരു ബ്രേക്ക് ഔട്ട് ലെവലിൽ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബാഡായിട്ടുള്ള കാര്യമൊന്നുമല്ല. ബട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു. ഇവിടെ ഉണ്ടാക്കിയൊരു ക്യാൻഡിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ലൊരു ഹാമർ കൈൻഡ് ഓഫ് ക്യാൻഡിലാണ്. ഇവിടെ തന്നെ എനിക്ക് ചെറിയൊരു റിസ്ക്, കാരണം എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 575 എന്നുള്ളൊരു ടാർഗറ്റിലേക്കാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ തന്നെ നമുക്കൊരു ചെറിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നി. എനിവേ ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ആകുന്നു എന്നുള്ള സമയം വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഏരിയയിലെത്തി വീണ്ടും ഒരു സെയിം കൈൻഡ് ഓഫ് ക്യാൻഡിൽ, ഈ പാറ്റേൺ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. ഇതുപോലെ ഒരു ക്യാൻഡിലാക്കി ഒരു ഡബിൾ ബോട്ടം ഉണ്ടാക്കി അതുപോലെ വീണ്ടും ഒരു ഹാമർ കൈൻഡ് ഓഫ് പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു ബുള്ളിഷ് സൈനാണ്. സോ ഇമ്മീഡിയറ്റ്ലി ഞാൻ എൻ്റെ ട്രേഡ് അവിടെ എക്സിറ്റ് ചെയ്തു. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം വ്യൂ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ചേഞ്ച് ചെയ്യാൻ റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഇൻട്രാഡേ ആണ്. 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എന്നുള്ള ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അവിടെ ചാർട്ട് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടുന്ന് വളരെ ക്ലിയർ ആയിട്ടൊരു ലോങ് ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. റിസ്ക്കി ഇൻ ദ സെൻസ് മാർക്കറ്റ് ഒരു ബെയറിഷ് മോഡിലാണുള്ളത്, റൈറ്റ്? ബട്ട് ഏത് സമയത്ത് മാർക്കറ്റ് റിവേഴ്സ് ആവാം. മേ ബി അത് ഈ ഒരു സ്ഥലത്തുനിന്നായിരിക്കാം, എവിടെ നിന്നും റിവേഴ്സ് ആവാം. നമുക്കത് അറിയില്ല എവിടെ നിന്നാണ് റിവേഴ്സ് ആവുക എന്നുള്ള കാര്യം. ഇതിപ്പോൾ ഇത്രയും ദൂരം പോയത് കൊണ്ട് നമുക്ക് മാർക്കറ്റ് അവേഴ്സിന് ശേഷം നോക്കുമ്പോൾ മനസ്സിലാവും, ഇത്ര ദൂരം പോയിട്ടുണ്ട്, നമ്മളിവിടെ എടുത്തായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ സെല്ല് ചെയ്തായിരുന്നെങ്കിൽ ഇത്ര പ്രോഫിറ്റ് കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യും. പക്ഷേ അതല്ല ഇമ്പോർട്ടൻറ്റ്. ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക, ആ പ്ലാനിനനുസരിച്ചുള്ള ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടുന്ന് നല്ലൊരു റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയയിൽ വരുമ്പം ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് വേറൊരു കീ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വീണ്ടും ട്രേഡ് എടുക്കാം. അതുപോലെ വീണ്ടും അടുത്തൊരു കീ ലെവൽ, ഇതാണ് ഞാൻ നിങ്ങളോട് പല സമയത്തും പറഞ്ഞത്, കീ ലെവൽസിൽ എത്തുമ്പോൾ മാർക്കറ്റ് അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് എല്ലാ സമയത്തും നോക്കുക. പല സമയത്തും നിങ്ങൾക്ക് ഒരു 15 മിനിറ്റിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് മാർക്കറ്റിൽ. ഏതൊരു ലെവലിലെത്തുമ്പോഴും അവിടെ മാർക്കറ്റ് എങ്ങനെയാണ് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു കൺസോളിഡേഷൻ, അതുപോലെ ഈ ഒരു ലെവലിലൊരു കൺസോളിഡേഷൻ, ഇവിടെ വീണ്ടും ഒരു കൺസോളിഡേഷൻ. ഈ കൺസോളിഡേഷൻ്റെ അർത്ഥം മാർക്കറ്റ് അത് കഴിഞ്ഞ് നേരെ മുകളിലേക്ക് പോകും എന്നല്ല. ഒരു കൺസോളിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള മാർക്കറ്റിൻ്റെ മൂവ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും.
നാളത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ലെവലാണ് 38,450 എന്നുള്ളത്. ഈ ഒരു 450-500 ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 38,700 അല്ലെങ്കിൽ 38,900 എന്നുള്ള 2 ലെവൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ആ ലെവൽസിന് വേണ്ടി നമുക്കിവിടെ ട്രേഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എവിടെയാണെന്ന് നമുക്കറിയില്ല. ബട്ട് ആൻറ്റിസിപ്പേഷൻസ് ആണ്. എവിടെ മാർക്കറ്റ് ഓപ്പൺ ആയാലും എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഈ ഒരു റേഞ്ചിനുള്ളിലാണെങ്കിൽ, ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യേണ്ട കാര്യം ഒരു കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഓൾറെഡി ഒരുപാട് ആൾക്കാർ നല്ല പ്രോഫിറ്റിലുണ്ടാവും. സോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏത് സമയത്തും വരാം. അത് എവിടെ നിന്നാണ് വരിക എന്നുള്ളത് നമുക്കറിയില്ല. സോ ഒരു കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഇവിടെ വീണ്ടും ഒരു അനദർ കൺസോൾട്ടേഷൻ, ഒരു സപ്പോർട്ട് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു ലെവലിനുള്ളിൽ മാർക്കറ്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 37,350, 37,250 ലെവലിനുള്ളിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി അങ്ങനെയല്ല, മാർക്കറ്റ് ഈ ഒരു ലെവലിൽ എവിടെയെങ്കിലും കൺസോൾട്ടേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ 38,450 ലെവൽ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടാർഗറ്റ്സ്, അതിനപ്പുറത്തേക്കുള്ള ടാർഗറ്റ്സ് കിട്ടുമെന്നുള്ള കാര്യം നമ്മൾ എല്ലാ സമയത്തും എല്ലാ ദിവസവും നിഫ്റ്റിയും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി 1200 പോയിൻറ്റും 800 പോയിൻറ്റും മൂവ് ചെയ്യണമെന്നില്ല. ട്രേഡേഴ്സ് അതുപോലെ നിഫ്റ്റിയെ സംബന്ധിച്ചാണെങ്കിൽ നിഫ്റ്റിയുടെ മൂവ് കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ ഞാൻ പറഞ്ഞു, ബാങ്ക് നിഫ്റ്റി ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് കാണിക്കുമ്പോഴും നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് നിഫ്റ്റി കൺസ്റ്റിറ്റ്യൂവൻറ്റ് സ്റ്റോക്സ് ആണ്. റിലയൻസ് പോലെയുള്ള സ്റ്റോക്സ് വളരെ സൂപ്പർ മൂവാണ് ഇന്ന് ചെയ്തത്. അതുകൊണ്ട് നിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് അത് എവിടെ നിന്നാണോ ഫാൾ ചെയ്തത് ഓൾമോസ്റ്റ് 100% തന്നെ നിഫ്റ്റി റിക്കവർ ആയിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും, ഇത് കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടുന്ന് മാർക്കറ്റ് എത്ര ഇമ്മീഡിയറ്റ്ലി മൂവ് ചെയ്യുമോ മുകളിലേക്ക് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഏരിയ 17,375-400 എന്നുള്ള ഏരിയയിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് നിഫ്റ്റി എവിടെയാണോ ക്ലോസ് ചെയ്തത് അതൊരു ഓൾമോസ്റ്റ് ഒരു റെസിസ്റ്റൻസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് ഏത് സൈഡിലേക്കാണ് ബ്രേക്ക് ഔട്ട് ആവുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നിഫ്റ്റിയുടെ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 17,455 445 ലെവലിലാണുള്ളത്. സോ ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കിട്ടുന്ന ലെവൽ 17,584 എന്നുള്ള ലെവലാണ്. സോ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് ഏത് സൈഡിലേക്കാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കുക. നേരത്തെ നിഫ്റ്റിയുടെ കാര്യം, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞ അതേപോലെയാണ് ഇവിടെയും പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 15 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഇവിടെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ കൈൻഡ് ഓഫ് പാറ്റേൺ കാണാൻ പറ്റും. നമ്മളുടെ ഏതൊരു പാറ്റേണും, ഇപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ ആയിക്കോട്ടെ, അതുപോലെയുള്ള പല പാറ്റേൺസും സംഭവിക്കുന്ന സമയത്ത് പല ബിഗിനേഴ്സും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്ന ഉടനെ ഇമ്മീഡിയറ്റ്ലി ചാടിക്കയറും. അത് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് കൊടുത്ത് റിവേഴ്സ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് പാറ്റേണും എന്ത് സംഭവിക്കുമ്പോൾ അവിടെ ഒരു കൺസൾട്ടേഷൻ, ഇതുപോലെയുള്ള ഒരു കൺസൾട്ടേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക ട്രേഡേഴ്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ലേണിങ്ങിന് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കീപ് ലേണിംഗ്. ബൈ.